കല്യാണം കഴിക്കണേ അവരുടെ വീട്ടുകാർ ഇവിടെ വാ. അപ്പോഴാണ് അവന്റെ ഭാഗത്തു നിന്ന് ഇത് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാൻ വേണ്ടി അവര് കൊച്ചിയല്ലേ, അവൻ ഇവിടെ വരിക, എന്നിട്ട് രണ്ടുപേരും കൂടെ എറണാകുളത്തിന് പോവുക. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം, പക്ഷേ എങ്കിൽ ഇപ്പോഴും പറ്റില്ല. അവള് താമസിക്കുന്ന സ്ഥലവും ജോലി സ്ഥലവും തമ്മിൽ ഈ കുറച്ച് ദൂരേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളോട് റൂമിൽ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ റൂട്ട് മാറ്റി പോകാനുള്ള കാരണം അതെന്താണെന്ന് അതിനുള്ള കാരണവും പിന്നെ ലോക്കോ പൈലറ്റ് പറഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിയുന്നത് അവൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്ന് പോയിട്ട് ട്രെയിനിൽ തട്ട് വീഴുകയായിരുന്നു എന്നാണ്. അപ്പോൾ ആ സമയത്ത് ആരാണ് വിളിച്ചത്, എന്തിനാണ് വിളിച്ചത്, ആ കാര്യങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഈ പരാതി കൊടുക്കുന്നത്. എന്ത് ഒരു സാധാരണ ജോലിക്കാരല്ല ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരല്ലല്ലോ, അവർക്ക് ഇതെല്ലാം ചിന്തിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരാളെ ഇങ്ങനെ പോകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ആ സമയത്ത് നമ്മളെ വിളിക്കുകയാണ് ചെയ്തത്. അന്ന് രാവിലെയാണ് അമ്മ വിളിച്ചത്. എന്താ പറഞ്ഞത്? ഞാൻ ഇന്ന് സാറിന് വിളിക്കുന്ന പോലെ ഇന്ന് ഷിഫ്റ്റ് കഴിഞ്ഞു, ഞാൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ ആഹാരം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. ശരി മോള് എന്നാ അതും മേടിച്ചോണ്ട് പോകും. ഫോൺ വെച്ചു. അമ്മയോട് അവസാനം പറഞ്ഞതാണ്. അതാണ്. പിന്നെ ഒന്ന് ഫോൺ, പിന്നെ അമ്മ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ അവള് വിളിക്കില്ല, നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങും. പിന്നെ വൈകുന്നേരമേ വിളിക്കുള്ളൂ. അപ്പോൾ ഒരു 10 മണിയായപ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ മോള് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? വേറെ ഇങ്ങനെ സംഭവിക്കത്തക്കായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ആ സമയത്ത് ഉണ്ടായ എന്തോ ഒരു വലിയ പ്രശ്നം മൂലമാണ് ആ സമയത്ത് ഇങ്ങനെ ചെയ്തതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒരു അടുപ്പമാണെങ്കിലും അതെങ്ങനെ പോവുകയല്ലേ ഉള്ളൂ. അല്ലാതെ ഈ ആത്മഹത്യക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ ഒന്നുകിൽ അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ സമയത്ത് കോൾ ചെയ്ത് അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് നയിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും. നമ്മൾ വിശ്വസിക്കുന്നതാണ് ഈ പയ്യന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? അതെ, പയ്യന്റെ ഭാഗത്തു നിന്നോ അവന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫോൺ കോൾ അവന് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുക. അപ്പൊ അത് അവർ പരിശോധിക്കട്ടെ. അവൻ തന്നെയാണെന്ന് നമ്മൾ പറയുന്നില്ല, വീട്ടുകാരാണെന്നോ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ ഇനി അവൻ അവിടെ കാണാൻ അന്ന് വന്നിട്ടുണ്ടോ, ഇനി അവിടെ കാണാൻ പോയി നമുക്ക് സംസാരിക്കാം, അങ്ങോട്ട് പോകാന്ന് പറയുക ചെയ്തോന്നും പോലും നമുക്കറിയില്ല. രണ്ടുപേരും ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം, പക്ഷേ എങ്കിൽ ഇപ്പോഴും പറ്റില്ല. അപ്പൊ അവന് പഠിച്ച് ഈ IB ജോലിയിൽ നിന്ന് മാറി വേറൊരു സിവിൽ സർവീസാണ് അവന് വേണ്ടത്. അപ്പൊ അതിലേക്ക് മാറി അവിടെ ജോലി കിട്ടിയിട്ട് കല്യാണം അങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാൻ വേണ്ടി അവര് കൊച്ചിയല്ലേ, അവൻ ഇവിടെ വരിക, എന്നിട്ട് രണ്ടുപേരും കൂടെ എറണാകുളത്തിന് പോവുക. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ എതിർത്തിട്ടൊന്നുമില്ലല്ലോ. അതാണ് അങ്ങനെ പോകരുതെന്ന് നമ്മൾ പറഞ്ഞ. അവര് വീട്ടുകാർ വരാനാ പറഞ്ഞേ, കല്യാണം കഴിക്കണേ അവരുടെ വീട്ടുകാർ ഇവിടെ വാ. അപ്പോഴാണ് അവന്റെ ഭാഗത്തു നിന്ന് ഇത് വരുന്നത്. അവൻ ഇത് പഠിച്ച് വേറെ ജോലി കയറിയിട്ട് മാത്രമേ കല്യാണം പറ്റുള്ളൂ. എന്നാ പിന്നെ അവരെന്തിനാ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നത്? ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടുണ്ട്. നമ്മളെ വീട്ടുകാരെ ഒന്നും കോണ്ടാക്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. ഏത് അവരുടെ വീട്ടുകാരെ? അവരുടെ വീട്ടുകാര് നമുക്ക് നമ്മൾ വിളിച്ചു, ഒരു ലാൻഡ് ലൈനിൽ അവരുടെ വീട്ടുകാരുടെ അറിയുള്ളൂ. അത് വിളിച്ചിട്ട് അത് എടുത്തിട്ടുമില്ല. പിന്നെ നമുക്ക് അങ്ങനെ പോയി പറയാൻ പറ്റില്ലല്ലോ. ഇനി ഇവിടെ കുഴപ്പം കൊണ്ടാണെന്ന് അവൻ പറഞ്ഞാൽ പിന്നെ തീർന്നില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ടുമില്ല, അവരുടെ വീട്ടുകാരായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ തുടരുന്നത് ശരിയാണോ? മോള് ഇതിനെ കുറിച്ച് വീട്ടിലൊക്കെ ഒന്ന് പറയാറുണ്ടായിരുന്നോ? ഇതോ അല്ലെ, കൂടുതലൊന്നും പറയാറില്ല. ഞാൻ ഈ ചോദിക്കുമ്പോ ഇങ്ങനെ എന്താണ് ചോദിക്കുമ്പോ അതിനുള്ള മറുപടി, അതായത് അവന് കൂടുതൽ പഠിക്കണം, അതുകൊണ്ട് ഇപ്പൊ കല്യാണത്തിന് പറ്റില്ല. അല്ല, അതിലൊക്കെ മോൾക്ക് വിഷമം ഉണ്ടായിരുന്നോ? ഏത് കല്യാണം? അല്ല, അത് പിന്മാറിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന കാര്യമേ അറിയുന്നു. അതിൽ വിഷമം ഉണ്ടായിരുന്നു മോക്ക്? അതിൽ വിഷമമുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മളപ്പോ പറയും അങ്ങനെ ഇങ്ങനെ പോകരുതെന്ന്. അപ്പൊ നമുക്ക് വിഷമം വരും. നീ അങ്ങോട്ട് പോകരുതെന്ന് പറയുമ്പോ അത് കാരണം അവൻ ഇവിടെ വരുന്നു, അവിടെ അങ്ങോട്ട് പോകുന്നു. അപ്പൊ പിന്നെ അങ്ങോട്ട് പറ്റില്ല, അവരുടെ വീട്ടുകാർ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ പറ്റില്ല. കാരണം അവർ ഇപ്പൊ താല്പര്യമില്ല, അവർ പഠിക്കണം. അങ്ങനെ ഇതാണ്. ഒരു മോളേ ഉള്ളൂ അല്ലേ? ഒരു മോളേ ഉള്ളൂ. ചെറുപ്പം മുതലേ പഠിക്കുകയായിരുന്നോ? പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടല്ലേ ഇതിൽ അഡ്മിഷൻ ഇത് കിട്ടണമെങ്കിൽ തന്നെ ചെറിയ സാധാരണ ഒരു കുട്ടിക്ക് കിട്ടുന്നില്ലല്ലോ. IBയിലൊക്കെ കിട്ടണമെങ്കിൽ അത് അനുസരിച്ചുള്ള മെമ്മറി പവറും ഒക്കെ ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. കാരണം ട്രെയിനിങ് ഇവിടെ പാലയിലാണ് ഇതിന്റെ കോച്ചിങ്ങിനൊക്കെ പോയത്. വീട്ടിലെങ്ങനായിരുന്നു? വീട്ടിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, സൈലന്റ് ആയിരുന്നു. സൈലന്റ് അതായത് അവിടെ കൂടെ അങ്ങനെ സംസാരിക്കൊന്നുമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയൂ. കാരണം അവിടെ ഈ IBയിലായതുകൊണ്ട് അവിടെ കാര്യകാരണ സഹിതം നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയും. കറക്റ്റ് തിരുത്തുന്ന രീതിയിലാണ് പറഞ്ഞു തരിക.
കൂട്ടുകാരികളൊക്കെ ആരെങ്കിലും കൂട്ടുകാരികളൊക്കെ എപ്പോഴും നല്ല ബന്ധത്തിലാണ്. അവരുമായിട്ട് എപ്പോഴും. അവരോടൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഇവിടെ കൂട്ടുകാരികളുമായിട്ടൊന്നും ബന്ധമില്ല. അവര് വീട്ടുകാർ അങ്ങനെ ഉള്ള ഒന്ന് ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഒന്ന് തൃശ്ശൂർ അല്ലെങ്കിൽ ഒന്ന് കണ്ണൂർ. കാരണം അവള് പഠിച്ചത് പാലക്കാട്. ആ സമയത്ത് ഇങ്ങനത്തെ കൂട്ടുകാര് നമുക്കറിയാവുന്നവരാണ്. എന്നാലും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വെണ്ണിക്കുളത്താണ് +2 പഠിച്ചത്. പിന്നെ പഠിച്ചത് അമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡയാണ്. അപ്പൊ അവിടെ പഠിക്കുന്നവർ പലയിടത്തുനിന്നും വരുന്നില്ല. അവരുമായിട്ടൊന്നും നമുക്ക് പരിചയമില്ല. അതുകൊണ്ട് കൂട്ടുകാരികളുടെ ഭാഗത്തൊന്നും നമുക്കിതൊരു ഇന്ന് കിട്ടിയിട്ടില്ല.